നമസ്കാരം. ഫുട്ബോൾ പിവറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രില്ലിംഗ് ആയ ഒരു മാച്ച് ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി 3 ന്യൂകാസിൽ യുണൈറ്റഡ് 2 ജെയിംസ് പാർക്കിലായിരുന്നു മത്സരം. നമ്മൾ കളി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എഡർസൺ ഒരു മിസ്റ്റേക്ക് 5-ാം മിനിറ്റിലോ 6-ാം മിനിറ്റിലോ അതൊന്ന് വരുത്തുകയാണ്. എഡർസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോൾ ക്ലിയർ ചെയ്യുന്നതിന് ഡിലേ ചെയ്യുന്നു. അതിനുശേഷം ക്ലിയർ ചെയ്യുന്നത് അൽമിറോണിൻ്റെ ദേഹത്തിരിക്കുകയാണ്. ബ്രൂണോ ഗിമാറസിന് ഒരു സുവർണ ചാൻസ് കിട്ടുകയാണ്. പക്ഷേ ബ്രൂണോ ഗിമാറസിൻ്റെ തെന്നിപ്പോകുന്നു, ഷോട്ട് മിസ്സാവുന്നു, ആൻഡ് ഒരു സുവർണ ചാൻസ് മിസ് ചെയ്യുകയാണ്. അതിനുശേഷം എഡർസൺ ഇഞ്ചറി വരികയാണ്. എഡർസനെ ആണെങ്കിൽ പിൻവലിച്ച് ഒർട്ടേഗനെ ഇറക്കേണ്ട വരികയാണ്. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആധിപത്യമാണ്. മാഞ്ചസ്റ്റർ സിറ്റി നല്ല സ്മൂത്തായിട്ട് ബോൾ നീക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയാണ് സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. ഇന്നലെ മാൻ സിറ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അൽവാറസിനെയാണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഹാളൻഡ് സ്റ്റിൽ നോൺ അവൈലബിൾ ആയിരുന്നു. ഡോക്കു അവൈലബിൾ ആയിരുന്നു. ഡോക്കു ലുക്ക് ത്രെറ്റനിങ്. അങ്ങനെ മാൻ സിറ്റി സ്മൂത്തായിട്ട് തന്നെ ബോൾ നീക്കുകയാണ്. അതൊരു സെയിംസ് അവർക്ക് വന്നിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അടിപൊളിയായിട്ട് തന്നെ നീങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു വോക്കർ ത്രൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു അറ്റാക്ക് വരുവാണ്. വോക്കറിൻ്റെ ഒരു ക്രോസ് വരികയാണ്. ബെർണാഡോ സിൽവയുടെ ബാക്കിൽ ഫിനിഷ്, ഒരു 1-1 ഫിനിഷ്, സൂപ്പർ ഫിനിഷ്. 26-ാം മിനിറ്റിൽ 1-0 ലീഡ് എടുക്കുകയാണ്. അങ്ങനെ കളി മുന്നോട്ട് പോകുന്നു. അതിനുശേഷം ബെർണാഡോ സിൽവയ്ക്ക് മറ്റൊരു ചാൻസ് എന്ന് പറയാൻ പറ്റുന്നത് ബെർണാഡോ സിൽവ ക്രിയേറ്റഡ് താരം തന്നെ പറയേണ്ടി വരും. പുള്ളിയുടെ കുത്തി വന്ന ബോൾ നല്ല അടിപൊളിയായിട്ടൊരു വെക്കുകയാണ്. ആ ഷോട്ട് വെക്കുന്നത് ന്യൂകാസിൽ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നത് ഡെബ്രോട്ക സേവ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു 33 മിനിറ്റിനൊക്കെ ശേഷം തൊട്ട് പതുക്കെ സിറ്റി കുറച്ച് പാസുകൾ മിസ്പാസ് ചെയ്യാൻ തുടങ്ങുന്നു. സിറ്റിയുടെ ആ ഒരു എനർജി ലാക്ക് ചെയ്യുന്നു തോന്നുന്നു. ആ ഒരു 33-2 ആ ഒരു ഹാഫ് ടൈം തീരുന്നിടം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിറ്റിയുടെ ഒരു ചെറിയൊരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ സിറ്റി അല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. ആദ്യമേ നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂകാസിൽ ബോൾ വിൻ ചെയ്യുന്നു. അവിടെ പ്രോപ്പറായിട്ട് തന്നെ ഒരു ന്യൂകാസിലിൻ്റെ തേർഡിൽ നിന്ന് വിൻ ചെയ്തിട്ട് ഒരു പ്രോപ്പർ കൗണ്ടർ ത്രൂ ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ത്രൂ, അതായത് സിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ്, അവരുടെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡ് ത്രൂ ഇസാക്ക് ഒരു മൂവ് ഇസാക്കാണെങ്കിൽ ഫിനിഷ് ചെയ്യുകയാണ്. 1-0 വന്നത് 1-1 ആവുകയാണ്. അതിനുശേഷം തൊട്ടടുത്ത് ഒരു 37-ാം മിനിറ്റ് 2 മിനിറ്റിന് ശേഷം തന്നെ വീണ്ടും ആൻ്റണി ഗോർഡൻ ത്രൂ, അവിടെയും സിറ്റിയുടെ ഒരു കെയർലെസ് പാസ് അത് വിളിച്ചെടുത്ത് അതും സിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ത്രൂ, അതായത് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ത്രൂ ആൻ്റണി ഗോർഡൻ ത്രൂ രണ്ടാമത്തെ ഗോളും വരികയാണ്. 2 ഗോളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ വോക്കറിനെ രണ്ടുപേരും ബീറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. ഈ ഒരു സീസണിൽ വോക്കർ ഓവറോൾ ഒരല്പം ഡൗൺ ആണ്. വോക്കറിൻ്റെ പേസ് ഒരല്പം ഡൗൺ ആവുന്നതാണ്. മേ ബി നെക്സ്റ്റ് സീസൺ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒരു പ്ലെയറിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള സൂചനകളൊക്കെ വോക്കറിൻ്റെ ഇന്നലത്തെ മാച്ച് മാത്രമല്ല ഓവറോൾ ഈ സീസണിലെ ചില പെർഫോമൻസിലാണെന്ന് തോന്നുന്നുണ്ട്. അതെടുത്ത് പറയുകയാണ്. അതിനുശേഷം വീണ്ടും ഹാഫ് ടൈം തീരുന്നതിന് തൊട്ടു മുമ്പ് ഇസാക്കിന് ഔട്ട് പേസ് ചെയ്യാണ് ഡിഫൻഡറിനെ. ഇസാക്ക് 1-on-1 സിറ്റുവേഷൻ വിത്ത് ദ ഗോൾ കീപ്പർ. 1-on-1 തന്നെ ആളുടെ ആ ഒരു സ്പീഡിൽ റൺ ചെയ്തിട്ട് അത് ഒർട്ടാക്ക സേവ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ 3-1 പുറകെ പോകേണ്ടതാണ് മാഞ്ചസ്റ്റർ സിറ്റി. ആ ഒരു 10-33 മിനിറ്റ് വരെ ഗെയിം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത സിറ്റീനെ അല്ല ലാസ്റ്റ് 12-13 മിനിറ്റ്സ് കണ്ടത്. ധാരാളം മിസ്റ്റേക്സ് അവർ വരുത്തുന്നുണ്ടായിരുന്നു, മിസ് പാസുകൾ വരുത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ ഞാൻ ന്യൂകാസിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗെയിം കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ ന്യൂകാസിലിന് അതൊരു അടിയാവും, അതാവും, ഇതാവും എന്നൊക്കെ. നമുക്കറിയാം ചെറിയൊരു റെസ്റ്റ് കിട്ടിയതിൻ്റെ ഗുണം ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയാണ്, സണ്ടർലാൻഡിനെതിരെ 4 ദിവസത്തിന് മുമ്പാണ് തോന്നുന്നു കളിച്ചത്. പക്ഷേ ഒരു മറ്റൊരു പ്രീമിയർ ലീഗ് കളിച്ചിട്ട് ഇപ്പം ഒരാഴ്ചയ്ക്ക് മേളിലായി. അതിൻ്റേതായ റെസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റേതായ ഒരു പ്രോപ്പർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. പ്ലേയേഴ്സ് ലുക്ക് മച്ച് ബെറ്റർ ആ ഒരു കാര്യത്തിൽ, ഇൻറ്റൻസിറ്റിയുടെ ഒക്കെ കാര്യത്തിൽ. മേ ബി സിറ്റിക്കെതിരെ ആയതുകൊണ്ടും ആയിരിക്കാം. ആ ഒരു ചെറിയൊരു റെസ്റ്റ് സണ്ടർലാൻഡിനെതിരെ ഇടയ്ക്ക് മാച്ച് വന്നു. ബട്ട് കമ്പയർഡ് ടു പ്രീമിയർ ലീഗ് മാച്ചസ് കുറച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് ഇൻറ്റൻസിറ്റി കുറഞ്ഞ് ബെഞ്ച് സ്ട്രെങ്തൊക്കെ യൂസ് ചെയ്തൊരു മാച്ചായിരുന്നു. അതിനകത്ത് തന്നെ ആ ഒരു ചെറിയൊരു റെസ്റ്റ് കിട്ടിയതിൻ്റെ ആ ഒരു ഗുണം ഉണ്ടായിരുന്നു ന്യൂകാസിലിന് ഓവറോൾ. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ആ ഒരു ടൈം വരെ ആ പിച്ചിൽ ബ്രൂണോ ഗിമാറസിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ഹ്യൂജ് ആയിരുന്നു. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എഡ്രസ്സം വരുത്തിയ ഒരു മിസ്റ്റേക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയതില്ല. അല്ലാതെ ബ്രൂണോ ഗിമാറസ് ഓവറോൾ അതുവരെ സൂപ്പർ വരുന്നു. ബ്രൂണോ ഗിമാറസ് നിറഞ്ഞ് കളിക്കുമായിരുന്നു ന്യൂകാസിൽ. അങ്ങനെ കളി മുന്നോട്ട് പോവുകയാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിൽ വീണ്ടും സിറ്റി ത്രെറ്റനിങ് ആയിട്ട് തന്നെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫിൽ സത്യം പറഞ്ഞാൽ സിറ്റി സ്മൂത്തായിട്ട് തന്നെ ബോൾ മൂവ് ചെയ്തു, അത് എടുത്തു പറയേണ്ടതാണ്. സിറ്റിയുടെ ഇന്നലത്തെ പെർഫോമൻസ് ആ ഒരു 12 മിനിറ്റ്സ് ഒഴികെ വറിയിങ് ആണ്. മറ്റെല്ലാ ടീമുകൾക്കും വറിയിങ് പെർഫോമൻസ് ആണ്. ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറയാം. വറിയിങ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് സിറ്റി മറ്റ് ടീമുകൾ കൊടുത്തത്. കാരണം അവർ സ്മൂത്തായിട്ട് ബോൾ നീക്കുന്നുണ്ട്, അത് ഉള്ളത് പറയേണ്ടതാണ്. ഇന്നലെ പലരും
അവരുടെ സ്കോറിംഗ് ബൂട്ട് എസ്പെഷ്യലി അൽവാറസ് ഇന്നലെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ വളരെ വേസ്റ്റ്ഫുൾ ആയിരുന്നു. അത് ആണ് സത്യം പറഞ്ഞ ഒരർത്ഥത്തിൽ സിറ്റീനെ ഇന്നലെ ബാക്ക് ഫയർ ചെയ്യുന്നതാണ് ചില സിറ്റുവേഷൻസിൽ. അല്ലാതെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോക്കും ഒരല്പം അവർ ഫൈനൽ തേർഡിൽ എത്തിയിട്ട് ചില പാസുകളാണെങ്കിലും ചില ഡിസിഷൻ മേക്കിംഗ് ബോറായിരുന്നു. സോ അങ്ങനെ ഉള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു സിറ്റിക്ക്. ബട്ട് ഓവറോൾ സിറ്റി ഇന്നലെ ഗെയിം കൺട്രോൾ ചെയ്ത കൂടെ ആ ഒരു 12 മിനിറ്റ്സ് ഒഴികെ, കൂടാതെ ആ ഒരു ഇൻറ്റൻസിറ്റി അഥവാ ആ ഒരു സ്മൂത്തായിട്ട് ബോൾ നീക്കിയത് വറിയിങ് ആണ് ഒപ്പോണൻസിന്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അൽവാറസിൻ്റെ ഒരു ഫ്രീ കിക്ക് സേവ് ചെയ്യുന്നു. അതിനുശേഷം അൽവാറസ് ഒരു സിറ്റർ മിസ് ചെയ്യുകയാണ്. അങ്ങനെ 68-ാം മിനിറ്റിൽ ബെർണാഡോ സിൽവനെ വലിച്ചുകൊണ്ട് കെവിൻ ഡിബ്രൂയിനെ വരികയാണ്, ഓൾമോസ്റ്റ് ഒരു 5 മന്ത്സിന് ശേഷം. സോ ഞാൻ പറഞ്ഞില്ല, അത്രയും നാളും ബ്രൂണോ ഗിമാറസ് പിച്ച് നിറഞ്ഞാടുകയായിരുന്നു. അവസാനം 68-ാം മിനിറ്റ് പുള്ളി ഇറങ്ങിയതിന് ശേഷം വേറെ ലെവലായിരുന്നു. നമ്മൾ പറയത്തില്ല ഇപ്പം കാമിയോ റോളി വന്നിട്ട് തകർത്ത് തരിപ്പണാക്കി നായകനെയും ഉപനായകനെയൊക്കെ സൈഡാക്കി എന്ന് പറയത്തില്ലേ. സോ മേ ബി ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ വിക്രത്തിലെ റോളക്സിൻ്റെ ഒരു ഇമ്പാക്റ്റ്. പുള്ളി നമ്മൾ പറയത്തില്ല അത്ര നേരം കമലഹാസനെ, ഫഹദ് ഫാസിലെ, വിജയ് സേതുപതി എല്ലാം തകർത്ത് നിറയാൻ നമ്മളെ അങ്ങോട്ട് പമ്പ് ചെയ്ത് ഇരുത്തിയേക്കുമായിരുന്നു വിക്രത്തിൽ. പൊളി വേറെ ലെവല്. അതിൽ അവസാനം റോളക്സിനെ അങ്ങോട്ട് ഇട്ട് തന്നപ്പം അത്ര നേരം മറ്റവർ പെർഫോം ചെയ്ത എല്ലാം നമ്മൾ മറന്നുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ഹൈപ്പ്, ആ ഒരു എഫക്റ്റ് അതുപോലെയായിരുന്നു. എത്രയോ നേരം നിറഞ്ഞാടിയ ബ്രൂണോ ഗിമാറസും ഇസാഖിനെയൊക്കെ തള്ളിക്കൊണ്ട് നമ്മളെ ഡിബ്രൂവിനെ ഇറങ്ങുകയാണ്. എന്നിട്ട് ആ റോളക്സ് പറയുന്ന ഡയലോഗിൽ ഐ ആം ദ കിങ് ഓഫ് ദിസ് ജംഗിൾ, ആ ഒരു വെടി വഹിക്കുന്നില്ല എന്ന് പറയത്തില്ലേ, അതുപോലെ ഞാനാണ് ഈ ലീഗിലെ കിങ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരികയാണ് കെവിൻ ഡിബ്രൂവിന്. എന്നിട്ട് 74-ാം മിനിറ്റിൽ 1.5 ഗോൾ. എന്നെ പ്ലേസ്മെൻ്റ് ആയിരുന്നു അത്. ആ ടൈം ഡിബ്രൂവിനേക്ക് അത്രയും ടൈം കൊടുക്കരുത് ഷോട്ട് എടുക്കാൻ. ആൻഡ് പക്കായിട്ട് ഡിബ്രോഡ്കാനെ ബീറ്റ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യുകയാണ് ഒരു ഷോട്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ റോഡ്രിയുടെ ഒരു മാസ്റ്റർഫുൾ മൂവ് കണ്ടു. റോഡ്രിയുടെ ഒരു ഷോട്ട് ഡിബ്രോഡ്ക വീണ്ടും സേവ് ചെയ്യുകയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിബ്രൂവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാം. ഡിബ്രൂവിനെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഈസി ആയിട്ട് ബീറ്റ് ചെയ്യുന്നു. സോ ഒരു ടോപ്പ് പ്രീമിയർ ലീഗ് ക്ലബിനെതിരെയാണ് ഒരു 5 മാസത്തിന് ഇഞ്ചറിക്ക് ശേഷം വന്നിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. ഉള്ള പറയാണ് ബി വറീഡ്. ഒപ്പോണൻറ്റ് ടീമിനോട് ഇനി സിറ്റിനെതിരെ കളിക്കാൻ പറ്റുന്ന ടീമിനോട് പറയാനുള്ള ബി റിയലി വറീഡ്. ഓക്കെ, ആൽവാറസ് ഇന്നലെ ഒരു അല്പം ഫോം ഔട്ടായിരുന്നു. ഹാളണ്ട് വരാൻ കിടക്കുന്നു. മേ ബി ആൽവാറസ് ഇനി ഒരു ലാസ്റ്റ് മാച്ചസിലൊക്കെ പോലെ ഫോമിലാവും. ഹാളണ്ടും കൂടെ വരുന്നു. കൂടെ ഡിബ്രൂയിനെ ദ കിങ് ഇൻ ദ ലീഗ് ഈസ് ബാക്ക്. മാൻ സിറ്റിയുടെ കിങ് ഈസ് ബാക്ക്. സോ പുള്ളിയുടെ പെർഫോമൻസ് നിറഞ്ഞാടുകയായിരുന്നു. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രീലിഷ് അവൈലബിൾ ആയിരുന്നിട്ടും പെപ്പ് ഗോർഡിയോള ഓസ്കാർ ബോബിനെ ഇറക്കുകയാണ്. സോ പയ്യനെ ഇറക്കുകയാണ്. സോ പെപ്പ് ഗോർഡിയോള മേഡ് എ ബോൾഡ് മൂവ്. സോ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 91-ാം മിനിറ്റിൽ, വെറും 3 മിനിറ്റാണ് അവിടെ ടൈം കൊടുത്തത്. 91-ാം മിനിറ്റിൽ അവിടെയും ദ കിങ് ഓഫ് മാഞ്ചസ്റ്ററിൻ്റെ ഒരു 1.5 ബോൾ, ഒരു വേറെ ലെവൽ പാസ്. ദാറ്റ് കൈൻഡ് ഓഫ് പാസസ് സിറ്റി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പാസ് വരികയാണ്. ആൻഡ് ബോബിൻ്റെ ആ ഒരു ഫസ്റ്റ് ടച്ച്, നമ്മൾ ഡിബ്രൂവിനെ ആ പാസുകളൊക്കെ കണ്ടിട്ട് ഡിബ്രൂവിനെ പുകഴ്ത്തണം ആ ഒരു പാസിനും ഗോളിലും. പക്ഷേ ഓസ്കർ ബോബ് ആ ചെക്കൻ്റെ ആ ടച്ച് 1.5 ടച്ചായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് ടച്ച് സൂപ്പർ ആൻഡ് ദ സെക്കൻഡ് ടച്ച് ടു ബീറ്റ് ദ പ്ലെയർ, ഒപ്പോണൻറ്റ് പ്ലെയർ, ആ ഗോൾ കീപ്പറിനെ, എന്നിട്ട് പോസ്റ്റിലോട്ട് ഫിനിഷ് ചെയ്യുകയാണ്. സോ സൂപ്പർ ഫിനിഷ്. സോ അത്ര നമ്മൾ ഡിബ്രൂവിനയുടെ ഒക്കെ പൊക്കി അടിക്കണമെങ്കിൽ ഈ ഓസ്കർ ബോബ് അടിച്ച ഗോളിന് ആ ചെക്കന് 100 മാർക്കും കൊടുത്തേ പറ്റൂ. ആൻഡ് ദ പാസ് ഫ്രം ഡിബ്രൂവിന വാസ് എക്സലൻറ്റ്. എന്താ ഇറങ്ങി വന്നതിന് ശേഷമുള്ള ഒരു ഈക്വലൈസർ ഗോൾ കളി തന്നെ മാറ്റി വരിച്ചു. കാമിയോ റോളി വന്നിട്ട് എന്നാ പറയുക, ബാക്കി എല്ലാം അത്ര നാളുണ്ടായ നായകനെ എല്ലാം അടിച്ച് താഴ്ത്തിയ ഒരു പെർഫോമൻസ് പറയത്തില്ല, അതുപോലെയായിരുന്നു ലാസ്റ്റ് ഒരു 20-25 മിനിറ്റ് വന്ന് പുള്ളി ഉണ്ടാക്കിയത്. സോ ഓവറോൾ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആ ഒരു 12-15 ഫസ്റ്റ് ഹാഫ് 30 to 45 മിനിറ്റ്സിനിടയിൽ സിറ്റിയുടെ പെർഫോമൻസ് വാസ് ഡ്രെഡ്ഫുൾ. അതൊഴികെ ഒരു കൺട്രോളിങ് മോഡിൽ തന്നെയായിരുന്നു. ഷുഡ് ഹാവ് സ്കോർഡ് മോർ. ഉള്ള പറയുന്നത് സിറ്റി ഷുഡ് ഹാവ് സ്കോർഡ് മോർ. പക്ഷേ എന്നാ പറയാനായിട്ടാ എടുത്തില്ല. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കുമായിരുന്നേലും എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ കാര്യത്തിലെല്ലാം ഓൾമോസ്റ്റ് ന്യൂക്കാസിൻ്റെ ഡബിൾ ഉണ്ടായിരുന്നു സിറ്റിക്ക് എന്ന് പറയുന്നത്. സോ അങ്ങനെ പൊസിഷൻ്റെ കാര്യത്തിലും നമ്പർ ഓഫ് ഷോട്ട്സിൻ്റെ കാര്യത്തിലെല്ലാം മുന്നിട്ട് നിന്നു. സോ സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. സോ ഇതാണ് ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എന്തായാലും ഡിബ്രൂയിനെ ഈസ് ബാക്ക്, ബി വറീഡ്. നമ്മുടെ യോർഗൻ ക്ലോപ്പ് പറഞ്ഞ പോലെ കെവിൻ ഡിബ്രൂയിനെ ഈസ് വാർമിംഗ് അപ്പ് ആൻഡ് ഓൾ അതർ 19 ടീംസ് ഇൻ ദ പ്രീമിയർ ലീഗ് ആർ വറീഡ് എന്ന് പറഞ്ഞ പോലെ അതുതന്നെയാണ് ബി വറീഡ് എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് കളി അവസാനിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.